എടാ ഒരു ആൽബർട്ട് അല്ലേ ഇത് അവനിപ്പം പുറത്തിറങ്ങി കാണും, തപ്പി നോക്കാം. എടാ ഈ കാഫ്റ്റോട് കേസൊക്കെ പ്രശ്ന അറിയാലോ, ഈ റോ ആൻഡ് സെൻട്രൽ ഇന്റലിജൻസ്. എടാ വെറുതെ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി എടുത്താ പോരല്ലോ. ആ എടാ നീ വിഷമിക്കണ്ട, വഴിയുണ്ട്. സാധനം കിട്ടും, ഒറിജിനൽ. അത് വേറൊരാളെ പേരിലായിരിക്കും. അതിനായിട്ട് കുറച്ച് ദൂരം പോകേണ്ടി വരും. ഓക്കെ അല്ലേ? हो जाएगा, 10 दिन के बाद आना। ഓക്കെ ഭയ്യ. ഹലോ ലവ്ലി. ഞാൻ കുറേ ദിവസം ദേഷ്യവും സങ്കടം കാരണം ജീച്ചനെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാനുമില്ല. അല്ല, ആളെവിടെയാ? അമ്മ എന്തു പറഞ്ഞു? എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. ഹീസ് ഫൈൻ. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ അവിടെ നടന്നത്. നീ പിടിച്ചു നിൽക്കണം കേട്ടോ. എന്തേലും അറിഞ്ഞാൽ ഞാൻ വിളിക്കാം. സാർ നാളെ കോടതി ഹാജരാക്കേണ്ട ഒരു ലിസ്റ്റാണ്. ഇരിക്കെ. അവനെന്ത് പറയുന്നു? ആരാ സാറേ? ഇനിയൊരു ബുദ്ധിമോശം കൂടി അവൻ കാണിച്ച അവളെ കൂടി അവരവിടുന്ന് നാട് കടത്തും. പിന്നെ ഒരു കാലത്തും അവർക്ക് ആ കുഞ്ഞിനെ കാണാൻ പോലും കിട്ടില്ല. അവനെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ നല്ലതായിരിക്കും. അല്ല, പുള്ളി എവിടെ ഉണ്ട് ഇപ്പോൾ? സാർ, നമ്മളിപ്പോൾ ഈ പറയുന്നത് ഓഫ് ദ റെക്കോർഡാണോ അതോ? വാട്ട് ഡു യു തിങ്ക്? സാർ, അവൻ ഓൾറെഡി ബോർഡറാണ്. വാട്ട്? പിന്നെ UK-ലേക്കോ? ഹൗ കം? സാർ, അവന് UK പോകാനല്ലേ ബാനോ? ഇത്തവണ അയർലൻഡിലേക്കാ, ആസ് ലൂയിസ് ജോൺ, എ ക്രിസ്ത്യൻ പ്രീച്ചർ. സേഫായി ഡബ്ലിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എയർപോർട്ട് ബസ്സിൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഡ്രോഹെഡ എന്ന തിരക്കൊഴിഞ്ഞ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ബെൽഫാസ്റ്റിലേക്ക് 165 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂർ ട്രെയിൻ യാത്ര. സദേൺ അയർലൻഡിൽ നിന്നും UK ഭാഗമായ നോർത്തേൺ അയർലൻഡിലേക്കുള്ള യാത്ര നമ്മുടെ എറണാകുളത്തു നിന്നും തൃശ്ശൂർ പോണ പോലെയാണ്. യൂറോപ്പിൽ ഇങ്ങനെ ബാരിയറോ വലിയ മുള്ളുവേലിയോ ഒന്നും ഇല്ലാതെ അതിർത്തി പങ്കിടുന്ന ഒത്തിരി രാജ്യങ്ങൾ.
അങ്ങനെ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന സ്ഥലത്ത് ഒരു ഇമിഗ്രേഷൻ ചെക്കിങ്ങും ഇല്ലാതെ ജീനെത്തും. ബെൽഫാസ്റ്റിൽ നിന്നും ഒരു ലോക്കൽ ടാക്സിയിൽ അവൻ ബെൽഫാസ്റ്റ് ലിവർപൂൾ ഫെറി സർവീസിലെത്തും. സ്റ്റെന ലൈൻ എന്ന നൈറ്റ് സർവീസ് ഫെറിയിൽ കയറി ജീൻ 8 മണിക്കൂർ യാത്ര ചെയ്യും. ഈ ഫെറിയിൽ ഇടയ്ക്കിടയ്ക്ക് ID ചെക്കിംഗ് നടക്കാറുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ വീണ്ടെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയിലെന്ന് അറിയാവുന്നതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഫെറി കയറിയത്. രാവിലെ ലിവർപൂളിൽ ഫെറി ഇറങ്ങിയ ജീൻ പുറത്തേക്ക്. വലിയ റിസ്ക്കാണ്, എപ്പോൾ വേണേലും പിടിക്കപ്പെടാം. ഈ കാക്കിയിട്ട് പൊരുവിലത്ത് നാട്ടുകാരുടെ തെറിയും കേട്ട് ജീവിച്ചാലേ വെള്ളക്കാരൻ വരെ കൊച്ചിനെ കൊണ്ടുവന്ന തരത്തില്ലെന്ന് അവനെ നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് പറ്റും പോലെ എല്ലാം അവനെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. സൂക്ഷിക്കണം കേട്ടോ, ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം. ജോണി ചേട്ടൻ അറിയോ? വലിയുണ്ടോടാ? ഉണ്ട് ഏട്ടാ, വലി ഉണ്ട്. നീ എന്താ അവിടെ ഇന്ത്യൻ പോലീസ് കളിക്കാൻ വന്നാ? പിടിച്ചോണ്ടല്ലോ. നീ എന്താ ഓർത്തേ? കൊണ്ടുവാടാ. കഴിഞ്ഞ 22 വർഷത്തിൽ ആദ്യമായിട്ടാ കോടതിയിൽ ഞാൻ ഒന്നും വിട്ടാതെ തൊലി പിടിച്ചു വന്നത്. അവന്റെ ഒരു ഡിപ്രഷൻ ഡ്രാമ. ജോണി ചേട്ടൻ നാട്ടിലിതൊക്കെ ഒരു ഇത് നാടല്ല, ഇറ്റ്സ് ബ്ലഡി UK മാൻ. ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? എന്നാ നിനക്ക് കിടക്കണം ജയിലില്. അവന്റെ ഒരു നാട്ടുസ്നേഹം. ജോണി ചേട്ടാ, ആകെയുള്ളൊരു മോളെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ജീവിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? So I want to try again and again. Because the moment I give up, I'll lose my daughter. ജീന്റെ പേര് എന്തെങ്കിലും? ഡോണ്ട് വറി, സ്ട്രെസ് കാരണം ഫോൺ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും പോയതായിരിക്കും. ഹി വിൽ കോൾ യു. ചായ കുടിക്കും. എനിക്ക് മോളെ ഒന്ന് കാണാനെങ്കിലും പറ്റുമോ? ഒഫീഷ്യലി ഞാനൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൺഒഫീഷ്യലി മോളുടെ ഫോഴ്സ് റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്.
പേടിയൊന്നും എനിക്ക് വേണ്ട. ഇത്രയും റിസ്ക് എടുത്ത് ഈ നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് ഞാനായിട്ട്. എനിവേ ബി കെയർഫുൾ. ആലോചിച്ച ഐ മീൻ ടൗൺ. ആ വൈകുന്നേരം കാണാം. അല്ല, ഈ സോഷ്യൽ സർവീസ് ഏറ്റെടുക്കുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? എടാ നീ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലേ? എടാ അതായത് ഏറ്റെടുക്കുന്ന കുട്ടികളിൽ കുറച്ച് പേരൊക്കെ അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസ് മാറിയെന്ന് കണ്ട ഈ ഫോസ്റ്ററിങ് നിർത്തി അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുവിടാറുണ്ട്. ഈ ഒരു ഫാമിലി കണക്ഷനും ഇല്ലാതെ വളരുന്നുണ്ടാവും. ഈ കുട്ടികളിൽ ചിലരൊക്കെ ഈ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ പെട്ട് ഡ്രഗ്സും ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ടാ വന്നേക്കുന്നല്ലേ? എന്നാലും ഈ ഫോസ്റ്റർ റൂമിലെ പരിപാടികൾ എന്തായിരിക്കും? എടാ അതായത് ഏറ്റെടുക്കുന്ന കുട്ടികളെ ഗവൺമെൻറ് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അവരെ നോക്കി വളർത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയോ ഈ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ ഏൽപ്പിക്കും. അതിനാണ് ഈ ഫോസ്റ്റർ ഹോം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് ഫാമിലീസ് ഉണ്ട് അവിടെ. എന്തിന് നമ്മുടെ മലയാളീസ് വരെ ഉണ്ട്. നമ്മുടെ റോസിനെയും അങ്ങനെ ആരുടെയും കയ്യിലായിരിക്കും അല്ലേ? ആയിരിക്കണം. പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു ഡയറക്റ്റ് ആക്സസ് കിട്ടില്ല. നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് ആ കോടതിയും തുടങ്ങിയാലോ? അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കോടതിയിൽ നമ്മളൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഫ്രണ്ടിൽ ജഡ്ജ്, ലെഫ്റ്റിൽ ജോണി ചേട്ടൻ, റൈറ്റിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ജോണി ചേട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുഞ്ഞേട്ടൻ്റെ ഫാമിലി, അതായത് സൂസൻ ചേച്ചി മോനും. അവരുടെ ബാക്കിൽ നീരിപ്പുണ്ടായിരുന്നു. പിന്നെ സെൻട്രലായിട്ട് ലൗലി. ലൗലിയുടെ ബാക്കിൽ ഡേവിഡ് ബെന്റ്ലിയും 2 ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. ഡേവിഡ് ബെന്റ്ലിയുടെ റൈറ്റ് സൈഡിലായിട്ട് താടി വെച്ചൊരു ഇന്ത്യൻ ലുക്കുള്ള ഒരുത്തൻ. അതാരായിരിക്കും? അവനെ മിക്കവാറും ജോണിച്ചേട്ടൻ അറിയായിരിക്കും. ആ, ജീനും ജോണിച്ചേട്ടനെ വിളിച്ച. ആ ആര്? അവനോ? അവനാ ഡേ ബെന്റ്ലിയുടെ അസിസ്റ്റന്റാ. ഓ, മലയാളികളൊക്കെ വലിയ പൂച്ച. ഇംഗ്ലീഷുകാരായിട്ടോ ബന്ധം. നമ്പറൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ. എടാ നമ്മൾ ആരെ കാണാൻ അവിടെ? ഡെല്ല ലീഗൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. ഞങ്ങളുടെ ഓഫീസിലൊരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയപ്പം മോളുടെ പാസ്പോർട്ട് മാറ്റാൻ കൊടുത്തിരുന്നു. അതൊന്ന് കളക്ട് ചെയ്യാൻ വന്നേ. ഓ, അവന് ഓഫീസിൽ നല്ല ബിസിയാണ്. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യണമല്ലോ. Hey. Hey Della. Hi, how are you? Good. Yes. Please take it. Yeah, everything is there. Everything okay? Yeah. How's it going? Yeah, all good. Ah. How is the day? Good. Okay Della. See you then. Bye.